നമുക്കിന്ന് വഴുതനങ്ങ ഫ്രൈ ആക്കില്ല, നമ്മൾ പൊരിച്ചെടുക്കും. വഴുതനങ്ങ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നതാണ്. കാരണം നമ്മൾ വഴുതനങ്ങ പൊരിച്ചാൽ മീൻ വറുത്ത പോലെ തന്നെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്കിന്ന് വഴുതനങ്ങ പൊരിച്ചെടുക്കാം. അതിനാവശ്യമായത്, എനിക്ക് ചെറിയ വഴുതനങ്ങ കിട്ടിയത്, എനിക്ക് വേറെ ഒരാൾ തന്നതാണ്. അപ്പം ഞാനത് ഏകദേശം കുറച്ചൊരു കനത്തിൽ, ഈ ഒരു കനത്തിൽ മുറിച്ച് കഴുകി വെച്ചതാണ്. അപ്പോൾ നമുക്കിതിനാവശ്യമായ ഇതിൽ കഴുകേണ്ട മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതായത് ഈ സ്പൂണിനൊരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് പിരിയമുളകും ഉണ്ട്, സാദാ മുളക് പൊടിയും കൂടി അങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മാത്രം മതിയെല്ലാം. അപ്പോൾ ഇത്രയിൽ വഴുതനങ്ങയുള്ളൂ. കുറച്ച് കുരുമുളക് പൊടി. ഇതിന് നമുക്ക് വറക്കുമ്പോൾ കോൺഫ്ലവറോ അരിപ്പൊടിയോ എന്ത് ചേർക്കാം. നമുക്ക് കുറച്ച് ക്രിസ്പി ആകാൻ വേണ്ടി, അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഗരം മസാലയും, ഒരുപാട് മസാല ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഒരു നുള്ളു ഗരം മസാല മതി. കുറച്ച് മുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. കാരണം ഇതിന് നമ്മൾ മീൻ വറുക്കുമ്പം എടുക്കുന്ന പോലെ ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പ് മതിയാവും. കാരണം എന്ന് വെച്ചാൽ വഴുതനൊക്കെ പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. ഇതിൽ കുറച്ച് ഇത് മിക്സ് ആക്കിയിട്ട് യോജിപ്പിക്കാം. ഇഞ്ചിയും പച്ചമുളകൊക്കെ പേസ്റ്റൊക്കെ വേണ്ടുന്നവർക്ക് ചേർക്കാം. കുറച്ചും കൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കാരണം എനിക്കത് തോന്നി കുറച്ച് എരിവ് കുറവായിരിക്കും. കാരണം നമുക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണം. അതിനകത്തോട്ട് ഒരു ലേശം വെള്ളം കൂടി ചേർത്ത് മിക്സാക്കാം. അരിപ്പൊടി ചേർത്തെന്ന് വെച്ചാൽ നമുക്ക് വറക്കുമ്പം, പക്ഷേ ഏറ്റവും ടേസ്റ്റ് കുറച്ചും കൂടി ഇത് വരുക നമ്മളെ കോൺഫ്ലവറാണ്. പക്ഷേ അതെൻ്റെ അടുത്ത് തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ അരിപ്പൊടി ചേർത്തു. അരിപ്പൊടി ആയാലും ടേസ്റ്റ് ഉണ്ടാവും. നല്ലപോലെ മിക്സാക്കി ഇതിനകത്തോട്ട് നമുക്ക് ഈ വഴുതനങ്ങ എടുത്തിടാം. വഴുതനങ്ങയും കഴുകി വെച്ചതായതുകൊണ്ട് കുറച്ച് വെള്ളം അതിനകത്ത് ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ അത്ര വെള്ളം ചേർക്കാത്തത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത് നല്ലപോലെ പെരക്കി വെക്കാം. നല്ലപോലെ കുഴക്കണം. എല്ലായിടത്തും ഇതിൻ്റെ മസാല എത്തണം. തൊണ്ടയ്ക്ക് ഇന്നലെ തൊട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊരു ഇത് വരുന്നുണ്ട്. ചൂടിൻ്റെ കാലമല്ലേ, ഭയങ്കര ചൂട്, ഉറങ്ങാൻ പറ്റാത്ത പോലത്തെ ചൂടുണ്ട് നമുക്ക്. അപ്പം എല്ലാവരും ചൂട് ശ്രദ്ധിച്ചിട്ട് പുറത്തിറങ്ങുക. നമ്മൾ ഇതിങ്ങനെ എല്ലായിടത്തും മുളക് പൊടിക്കണം. കാരണം ഇതിൻ്റെ മസാലകൾ നമ്മൾ വറക്കുമ്പോൾ ഇതാകാൻ പാടില്ല. ഉപ്പ് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ, കാരണം ഈ വഴുതനൊക്കെ പിടിച്ച ഉപ്പ് കൂടുതലായി പോകണം. അതിന് വേണ്ട നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം എല്ലായിടത്തും ആയിട്ടുണ്ട്. കണ്ട, നല്ല ടേസ്റ്റാണ്. നല്ല വറുത്ത് കോരുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇത്. കാരണം ചിലപ്പോൾ വഴുതനങ്ങ മെഴുക്കുരുട്ടി അങ്ങനെയെല്ലാം ഉണ്ടാക്കൂലേ, പക്ഷെ അതൊന്നും ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല.
വലിയവർക്കായാലും ഇത് മീൻ വറുക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് സവോളയൊക്കെ മുറിച്ച് വെച്ച് നല്ല അലങ്കാരമൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ വിചാരിക്കും ഇത് നല്ല എന്തോ സ്പെഷ്യലാണെന്നോർത്ത് കഴിക്കും. ഇതുപോലെ എല്ലാം കോവയ്ക്ക ഉണ്ടാക്കാം, വെണ്ടയ്ക്ക ഉണ്ടാക്കാം, ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതൊരു 10 മിനിറ്റ് അവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് നമുക്കത് പിടിക്കട്ടെ. അപ്പം നമ്മൾ ഇത് ഒരു 10 മിനിറ്റ് അവിടെ മുളകെല്ലാം അതിന് ഉപ്പും മുളകെല്ലാം അതിനകത്തോട്ട് പിടിക്കട്ടെ. അപ്പോൾ അതോടെ നമുക്ക് അടച്ച് വെക്കാം. ഇതാ നമ്മൾ പിന്നെ മസാല പുരട്ടി വെച്ച വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 10-15 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം നല്ല മസാല പിടിച്ചിട്ടുണ്ട്. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തു നിന്നുള്ള വഴുതനങ്ങ അതിനകത്ത് എടുത്തിടാം. ചെറിയ വഴുതനങ്ങ ആയതുകൊണ്ട് കുറേ കൂടുതലിടാം. മറ്റ് നമ്മൾ വലുതാണെങ്കിൽ നമ്മളിങ്ങനെ വിരിച്ച് ഒരുപോലെ അങ്ങനെ ഇടേണ്ടി വരും. ഇതിപ്പം കൂടുതലായിട്ട് കൂടി പിടിച്ചിട്ടേ ഉള്ളത്. നമുക്കത് ഇതിനകത്തോട്ട് ചേർത്ത് വെക്കാം. അതിനകത്തോട്ടിടാം. ആദ്യം കുറച്ച് പിന്നെ സ്റ്റൗവിൽ തീ കുറച്ച് കൂടുതലാക്കി വെക്കാം. അതിന് ശേഷം വറുത്ത് കുറച്ചായി വരുമ്പോൾ നമുക്ക് തീ കുറക്കാം. ഈ അരിപ്പൊടി ചേർത്തത് കാരണം ഇതിൻ്റെ മുകളിൽ നല്ല മസാല പിടിച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഇതിനകത്തോട്ട് തന്നെ ചേർക്കാം. അല്ലാതെ കുറേശ്ശെ വറുത്തെടുത്താൽ അതിനായിട്ട് നല്ലതാണ്. പക്ഷെ നമുക്ക് അത്രയല്ലേ ഉള്ളൂ. അത് നമുക്ക് മൊത്തത്തിൽ ഇതിനകത്തോട്ട് തന്നെ ഇടാം. തിരിച്ചിടുമ്പോൾ നമുക്ക് മാറ്റി ഇടാം. നമ്മളെല്ലാം ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് എണ്ണ എല്ലാം എടുത്ത് ആക്കാൻ വേണ്ടി ഒന്ന് ഇതാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് സാധാരണ നമ്മളെല്ലാം ഇതുപോലെ ഫ്രൈ ആക്കാറുണ്ടായിരിക്കും. എന്നാലും ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവുക. അപ്പം നമുക്കത് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്കതിൻ്റെ മുകളിൽ ഒരു കുറച്ച് കരിവേപ്പില കൂടി ഇതാക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടി അതിനകത്തോട്ട് വരുമല്ലോ. നല്ല വറുത്ത കരിവേപ്പില നല്ല മണവും ടേസ്റ്റും കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പില കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പിന്നെ വഴുതനങ്ങയുടെ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് തിരിച്ചിടാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല മസാലയിലെല്ലാം മണം. അതേ കുറച്ച് കൂടുതലായി പോയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി പോകുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു ഭാഗം നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടൊന്ന് നീങ്ങുന്ന രീതിയിൽ ആയിട്ടുണ്ട്. എണ്ണയിൽ തന്നെ വറുത്തോണ്ട്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ അടിപൊളിയാവുന്നുണ്ട്. കുറച്ച് സമയം ആ ഭാഗവും കൂടി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ചെറിയ വഴുതനങ്ങ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. നമുക്കെല്ലാം നോക്കി മാറ്റി ഇടാം. കണ്ടോ, ഇതൊക്കെ തിരിച്ചിടേണ്ടതാണ്. ഒരു ഭാഗം ഫ്രൈ ആയത് കണ്ടോ. അപ്പം നമ്മളിങ്ങനെ ഒളിച്ചിരുന്നത് കണ്ടുപിടിച്ച് ചെയ്യുന്നു. അപ്പം നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു.
എളുപ്പമാണ്. നമുക്ക് അത് മസാല പുരട്ടി വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് വറുത്തെടുത്ത് പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മീനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വഴുതന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെണ്ടയ്ക്കയോ വഴുതന ഇതുപോലെ കോവയ്ക്കയും എല്ലാം ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം കുട്ടികൾ പച്ചക്കറി കഴിക്കാതിരിക്കുന്നതല്ലേ, പകുതി മുക്കാലും പിള്ളേരും പച്ചക്കറി കഴിക്കില്ല. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സൂത്രം പ്രയോഗിച്ചാൽ അവർ കഴിക്കും. ഫ്രൈ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നതല്ലേ. അപ്പം ഇതിപ്പോൾ കുറച്ച് കൂടുതലെണ്ണ ഒഴിച്ച് നമ്മൾ കുറച്ച് എണ്ണ ഇങ്ങനെ പാനിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊണ്ട് നിന്നാൽ തന്നെ നല്ല ഫ്രൈ ആവും. അത് കുട്ടികൾക്ക് അധികം എണ്ണ കൊടുക്കാതിരിക്കണം, അങ്ങനെയും ചെയ്യാം. ഇതിപ്പം ഞാൻ കുറച്ച് എണ്ണ അധികം ഒഴിച്ചു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രായമായവർക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ച് പുരട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഫ്രൈ ആവും. അപ്പോൾ അതൊന്ന് ആ ഭാഗവും കൂടി ഒന്ന് ഫ്രൈ ആകട്ടെ. അതാ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ നല്ല ക്രിസ്പിയായി നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം അല്ലേ. നല്ല കണ്ടോ, നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സൗണ്ട് വരുന്നുണ്ട്. നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനകത്ത് തന്നെ വിളിക്കുമ്പോൾ നമ്മൾ ചൂടങ്ങ് ഇതാവും. കുറച്ച് കൂടുതലുണ്ടായിരുന്നു, വറക്കുമ്പോഴത്തേനും അത്രയൊന്നും കാണാനില്ല. നല്ല നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല എരിവുണ്ട്, ഉപ്പുണ്ട്, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.